ഹലോ എവരി വൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ വന്ദേ ഭാരതിൽ വാരണാസി വരെ എത്തിയ കാര്യമാണ്. ഈ വീഡിയോയിൽ ഞാൻ ഗംഗാരതിയും അതേപോലെ രാത്രിയിൽ ഞാൻ മണികർണിക ഘാട്ടിൽ പോയതുമായിരിക്കും കവർ ചെയ്യുക. ഞാനവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന ദശാശ്വമേധ ഘാട്ടിലേക്ക് ഓട്ടോയൊന്നും പോകാത്തതുകൊണ്ട് ഒരു റിക്ഷ പിടിച്ച് ഒരു 2 കിലോമീറ്റർ അപ്പുറം വരെ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ഹോട്ടലിലേക്ക് പോകാനാണ് തീരുമാനം. അപ്പോൾ ഗൈസ്, നേരെ വാരണാസിയിലെ ദശാശ്വമേധ ഘാട്ടിൽ പോയിട്ട് ഗംഗാരതി കാണാനായിട്ട് പോവാണ്. ഇച്ചിരി ലേറ്റായി പോയി, കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. എന്നാലും പോയി കണ്ടിട്ട് വരാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ താമസിച്ചത് JSR ഗംഗ എന്ന് പറയുന്ന ദശാശ്വമേധ ഘാട്ടിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ശരിക്കും വൈകിട്ടത്തെ ഗംഗ ആരതി നടക്കുന്ന ദശാശ്വമേധ ഘാട്ടിലേക്ക്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി അവിടെ ചെന്ന് സ്ഥലം പിടിക്കാനുള്ളൊരു പദ്ധതിയിലാണ് ഈ ഇറങ്ങി നടക്കുന്നത്. പഴയ ഗലികളും അതിനോളം പഴയ കെട്ടിടങ്ങളുമുള്ള ഒരു പഴയ നഗരമാണ് കാശി. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇവിടെ താമസിച്ചു തുടങ്ങിയെന്നും അതിനുശേഷം കണ്ടിന്യൂസ്ലി ഹാബിറ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പഴയ നഗരമാണിതെന്നും ആണ് പറയപ്പെടുന്നത്. സമയം മുട്ടുകുത്തുന്ന നഗരം എന്നും കാശി അറിയപ്പെടുന്നു. 84-നും മുകളിൽ ഘാട്ടുകളുള്ള കാശി ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണെന്ന് പറയുമ്പം അത് വെറും ചരിത്രമല്ല, അത് മനുഷ്യൻ്റെ ഓർമ്മയുടെ തുടക്കമാണ്. അതാണ് വാരണാസി, അല്ലെങ്കിൽ ബനാറസ്, അല്ലെങ്കിൽ കാശി. ഇത് അനന്തമായ വിശ്വാസങ്ങളുടെ ഒരു നഗരമാണ്. കാലം ഇവിടെ ശരിക്കും ഒഴുകുന്നില്ല, ഇവിടെ സമയം തന്നെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട നഗരമാണ്. ഏറ്റവും പഴയ വേദമായ ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ട നഗരമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ കാലടികൾ ചവിട്ടിയ നഗരമാണിത്. ആത്മീയതയും ചരിത്രവും ചേർന്ന നഗരമാണിത്. ഗംഗയുടെ തീരത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ ഘാട്ടുകളിൽ മണികൾ മുഴങ്ങാൻ തുടങ്ങുന്നു, മന്ത്രങ്ങൾ ഉയരുന്നു, ജീവിതം വീണ്ടും ആരംഭിക്കുന്നു. എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ പൈതൃകവും നമ്മുടെ ട്രഡീഷനും ഇവിടെ നടക്കുന്ന റിച്വൽസും കാണാനായിട്ടും അതിൽ പങ്കുചേരാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഗംഗ ഇവരുടെ ജീവനാഡിയാണ്. ഈ കാണുന്ന ബോട്ടുകളിൽ ഗംഗയിൽ ചുറ്റുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും. ഗംഗയിൽ ചുറ്റിയും ഓരോ ഘാട്ട് കണ്ട് നടക്കാൻ കഴിയാത്തവർ ബോട്ടിൽ കറങ്ങിയും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഈവനിങ്സ് സ്പെൻഡ് ചെയ്യാറ്. എണ്ണാനൊടുങ്ങാത്തതിൽ കൂടുതൽ ഇവിടെ ഘാട്ടുകൾ ഉണ്ട്, അതിൽ കൂടുതൽ ബോട്ടുകളും ഉണ്ട്. ഞാനൊരു ബോട്ട് യാത്രയ്ക്ക് അടുത്ത ദിവസം പോകുന്നുണ്ട്. ഗംഗ ശരിക്കും ഇവിടെയുള്ളവരുടെ ഒരു ജീവോപാധിയാണ്. ഒന്നെങ്കിൽ അവർ ബോട്ടോ അല്ലെങ്കിൽ ഇതിനടുത്തായിട്ട് കച്ചവടങ്ങൾ നടത്തിയോ, പിന്നെ അവരുടെ ആത്മീയതയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രതീകം കൂടിയാണ്. എന്നിട്ടും ഗംഗയെ അവർ കാത്തു പരിപാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. ഗംഗ ശരിക്കും ഒരു നദിയല്ല, അത് ഇവർക്ക് അമ്മയാണ്, ഇവരുടെ വിശ്വാസമാണ്, ഇവർക്ക് വാഗ്ദാനമാണ്. ഇവരിവിടെ ശരിക്കും കുളിക്കുന്നത് ശരീരശുദ്ധിക്ക് വേണ്ടി മാത്രമല്ല, മനസ്സിൻ്റെ ഭാരവും കൂടി കഴുകിക്കളയാനാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും അധികം വേസ്റ്റുകൾ ആൾക്കാർ ഉപേക്ഷിക്കുന്നത് ഈ ഗംഗയുടെ തീരത്താണ്. നമ്മൾ ശരിക്കും അമ്മയെപ്പോലെ കാണേണ്ട ഒരു നദിയെ ഇങ്ങനെയാണോ കാത്തു പരിപാലിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഗംഗയിൽ കാലുപോലും നനച്ചില്ല, പക്ഷേ ആളുകൾ ഇവിടെ ഇറങ്ങി ഇഷ്ടംപോലെ കുളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതേപോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും പുതിയതായിട്ട് കല്യാണം കഴിച്ചവർ ഗംഗാജലം ശേഖരിക്കാനും ഗംഗയിൽ വന്ന് കാല് നനയ്ക്കാനും അത് തലയിലേക്ക് കമഴ്ത്താനും ഒക്കെ ആയിട്ട് ഇവിടേക്ക് വരുന്നത് നമുക്ക് ഇഷ്ടംപോലെ കാണാനായിട്ട് സാധിക്കും. ഇതതുപോലെ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു നവദമ്പതികളാണ്. ഇവിടെ ഇപ്പോൾ ഈ തണുപ്പ് കാലത്താണ് ശരിക്കും കല്യാണ സീസൺ. ദശാശ്വമേധ ഘാട്ടിലെ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ സൈഡിലായിട്ട് പോയിരുന്നാണ് ഒരു സീറ്റ് കണ്ടുപിടിച്ചത്. വേണമെങ്കിൽ നമുക്ക് ബോട്ടിലും ഇരുന്ന് സീറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ബോട്ടിലിരിക്കാനായിട്ട് 100 രൂപയോ 200 രൂപയോ അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ ഘാട്ടുകൾ വളരെ വിശ്വാസികളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ഘാട്ടുകളോട് ചേർന്നുള്ള അമ്പലത്തിനോട് ചേർന്നുള്ള കടകളിൽ പോലും പാൻ മസാലകളും തമ്പാക്കു പ്രൊഡക്ട്സും വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഇതെല്ലാം ശരിക്കും ഇവിടെയുള്ള ആൾക്കാരുടെ നിത്യോപയോഗ ജീവിതങ്ങളിലൊന്നാണ്. അവരുടെ നിത്യോപയോഗ വസ്തുക്കളിലൊന്നാണ് ഇവരുടെ തമ്പാക്കും പാൻപരാഗും ഒക്കെ. അവരിത് ഇവിടെ തന്നെ ചവച്ച് ഇതിന് ചുറ്റുമായിട്ട് തന്നെ തുപ്പി വെച്ചിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അഘോരികളും സ്വാമികളും ഒക്കെ നിറഞ്ഞു തിങ്ങി പാർക്കുന്ന ഒരു നഗരം കൂടിയാണ് വാരണാസി. ഞാൻ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഗംഗാ ആരതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പീക്കറുകൾ പുറത്തെടുത്ത് വെക്കുകയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പണ്ഡിത്തുകൾ അവിടെ വന്ന് സാധനങ്ങൾ സെറ്റ് ചെയ്യുകയും അതൊക്കെ നമുക്ക് ഇതിനോടൊപ്പം കാണാനായിട്ട് സാധിക്കും. 7 മണിയോടുകൂടിയാണ് ഗംഗാ ആരതി പ്രോപ്പറായിട്ട് ആരംഭിക്കുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. ഇവിടെ 5 പൂജാരികളും ഇതിന് തൊട്ടപ്പുറത്തായിട്ട് 7 പൂജാരികൾ ഗംഗാരതി നടത്തുന്ന വേറൊരു സ്ഥലവും കൂടി ദശാശ്വമേധ ഘാട്ടിലുണ്ട്. ഈ വള്ളി കെട്ടി തിരിച്ചിരിക്കുന്നത് ഇവരുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വന്നിരുന്ന് തൊട്ടടുത്തിരുന്ന് ഗംഗാരതി ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയും പൈസയോ അല്ലെങ്കിൽ അവരുടെ പിടിപാടോ ആയിരിക്കണം അവർക്ക് അതിനുതകുന്ന രീതിയിൽ അനുമതി കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഈ ഇവർ ബോട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ടിട്ട് അതിൽ 100-200 രൂപ കൊടുത്ത് നമുക്കവിടെ ഇരുന്ന് കാണാവുന്നതാണ്. നേരെ നിന്ന് കാണണമെങ്കിൽ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഗംഗയാണ് ആരതി ചെയ്യുന്നത്, അവിടെ ആളുകൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഗംഗാരതിക്ക് മുമ്പ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ആരതികളും പ്രാർത്ഥനകളും കയ്യടികളും കൊണ്ട് ശബ്ദമുഖരിതമാവും. ശരിക്കും അത് നമുക്കൊരു എക്സ്റ്റസി, ഒരു ഉന്മാദം തരാനായിട്ട് സഹായിക്കും. അതിനുശേഷം ഇവിടുത്തെ 5 പണ്ഡിത്തുകൾ, ആ മുടി നീട്ടി വളർത്തിയിരുന്ന ആളാണ് ഇവിടുത്തെ പ്രധാന പൂജാരി. ബാക്കിയുള്ള സഹപൂജാരികളും പലതരം ധൂപങ്ങൾ, വിളക്കുകൾ ഒക്കെ കൊണ്ട്, വെഞ്ചാമരങ്ങൾ ഇതൊക്കെ കൊണ്ട് 4 ദിക്കിലേക്കും തിരിഞ്ഞു നിന്ന് ഗംഗയെയും ശിവനെയും പ്രകീർത്തിച്ച് പ്രാർത്ഥിച്ച് ആരതി ഒഴിയുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം. ഇത് ഇവിടെ വന്ന് നിന്ന് കാണാനായിട്ട് ആയിരങ്ങൾ തടിച്ചു കൂടാറുണ്ട്. നിങ്ങൾ വാരണാസിയിൽ വരുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിയോടനുബന്ധിച്ച് അസ്സി ഘാട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ഘാട്ടുകളിലൊന്നായ അസ്സി ഘാട്ടിലും വൈകുന്നേരം ഒരു 5:30-6 മണിയോടനുബന്ധിച്ച് ദശാശ്വമേധ ഘാട്ടിലുമാണ് ഈ ഗംഗാ ആരതി എന്ന് പറയുന്ന പ്രഥ ഉള്ളത്. നിങ്ങൾ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ സൈഡിലിരുന്നിട്ട് ഇത് അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ 100-200 രൂപ കൊടുത്ത് ബോട്ടിലിരുന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ മഞ്ഞ ഉടുപ്പിട്ട് അതിനിടയിൽ കൂടി നടക്കുന്ന ആൾക്കാർ ശരിക്കും ഈ ഗംഗാ ആരതി സമിതിക്ക്, ഇവിടെയുള്ള സമിതിക്ക് വേണ്ടി പൈസ പിരിക്കാനായിട്ട് നടക്കുന്നതാണ്. അവർ മാൻഡേറ്ററി ആയിട്ട് നമ്മളോട് നിർബന്ധിച്ച് മേടിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവർക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഫോറിനേഴ്സും ഇന്ത്യക്കാരും, അതും ഇന്ത്യക്കാർ പല സ്ഥലത്തു നിന്നുള്ള ഇന്ത്യക്കാരും അടക്കം ആയിരക്കണക്കിന് ആളുകൾ ഇതിന് ചുറ്റും തടിച്ചു കൂടി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് നമുക്കിതുകൊണ്ട് കിട്ടും.
അത് ശരിക്കും അവിടെയുള്ള വൈബ്രൻറ്റ് ചാൻസ് കൊണ്ടാണ്. അവരവിടെ സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ശിവനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, ഹനുമാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, രാമനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, ഇതിനോടൊപ്പം തന്നെ മന്ത്രോച്ചാരണങ്ങൾ, ഇതെല്ലാം കൂടി നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഉന്മാദത്തിൽ നിറഞ്ഞ ഭക്തിയാണോ ഉന്മാദമാണോ എന്നറിയാത്ത ഒരു ഫീലിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ തരം വൈബ്രേഷനാവും ഫീൽ ചെയ്യുക. പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. അവസാനമായപ്പോഴത്തേക്കും അവർ ആ ആരതി ഒഴിഞ്ഞ ധൂപത്തിൽ ആ തീയോടുകൂടി അവിടെയുള്ള കാണികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഭക്തരുടെ ഇടയിൽ കൂടി അവർ വരുന്നുണ്ടായിരുന്നു. നമുക്കത് ഒഴിഞ്ഞ് അനുഗ്രഹം സ്വീകരിക്കാവുന്നതാണ്. ഇതവരുടെ അവസാനത്തെ പ്രതയാണ് വെഞ്ചാമര ഒഴിയുന്നത്. അപ്പോഴത്തേക്കും ആൾക്കാർ പോയി തുടങ്ങിയായിരുന്നു. നിങ്ങൾ വൈകിട്ടത്തെ ആരതിക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നേരത്തെ വരിക, താമസിച്ചു പോവുക. കാരണം നല്ല തിരക്കായിരിക്കും. ഫാമിലീസിനൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഇത് മലായിയോ എന്നറിയപ്പെടുന്ന വാരണാസിയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇത് പാല് തിളപ്പിച്ച് അതിൻ്റെ ക്രീം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തണുപ്പ് കാലത്ത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഒരു കപ്പിന് 25 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 2 കപ്പ് അവിടെ നിന്ന് അകത്താക്കിയിട്ടുണ്ടായി. ഇത് ഇവിടെ വരുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്വീറ്റ് ഡിഷിലൊന്നാണ്. നിങ്ങൾ തണുപ്പ് കാലത്താണ് വരുന്നതെങ്കിൽ ഈ ഐസ്ക്രീം കമ്പനിയിൽ നിന്ന് ഞാൻ എന്തായാലും ഐസ്ക്രീം മേടിച്ച് തിന്നാൻ പോകുന്നില്ല. അതിൻ്റെ പേരാണ് എന്നെ ഇൻട്രസ്റ്റ് ആക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കല്യാണ സീസണാണ്. ഇതെല്ലാം ഓരോ കല്യാണ പാർട്ടികളാണ്. നമ്മൾ നാട്ടിൽ ഗുരുവായൂർ പോയി കല്യാണം നടത്തുന്ന പോലെ ചിലർക്ക് വാരണാസിയിൽ വന്ന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഞാൻ മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനിലേക്കാണ് ദശാശ്വമേധ ഘാട്ടിൽ നിന്ന് നടക്കുന്നത്. അതിൻ്റെ 2 വശത്തുമായിട്ട് നിങ്ങൾ കാണുന്നത് സാരികളുടെയും വളകളുടെയും ഒക്കെയുള്ള കടകളും റെസ്റ്റോറൻറ്റുകളുമാണ്. ഇവിടെ എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും. നോൺ വെജിറ്റേറിയൻ ഇവിടെ വരുമ്പം കിട്ടാനായിട്ട് നിങ്ങൾക്ക് നല്ല പാടായിരിക്കും. ഇതാണ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് നിങ്ങൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്, മണികർണിക ഘാട്ടിലേക്കൊക്കെയാണ് എത്തുക. ഈ ജംഗ്ഷൻ വരെ 700 കോടി രൂപ മുടക്കി മോദി സർക്കാർ ഒരു കേബിൾ കാർ, 3 കിലോമീറ്ററിൻ്റെ കേബിൾ കാർ കൊണ്ടുവരുന്നുണ്ട്. ചായ വാരണാസിയിലെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ്. ഇവരുടെ ലൈഫ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ചായ കുടിക്കാത്ത അല്ലെങ്കിൽ ചായ എൻജോയ് ചെയ്യാത്ത ആൾക്കാരെ ഇവിടെ കാണാനായിട്ട് കിട്ടില്ല. 10 രൂപയ്ക്ക് കിട്ടിയ ഒരു ചായയാണ് ഞാനിപ്പോൾ കുടിച്ചത്. 20 രൂപയ്ക്ക് 2 സമോസ ഇവിടെ കിട്ടും. അത് ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും ഇതെന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭാങ്ങാണിത്. ഇത് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതരം ഇല. ആ ഇല എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഇല അരച്ചിട്ട് പാലിലും കുറച്ച് സ്വീറ്റിലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തരും. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചത് എങ്ങനെയാണ് വന്നത്, വണ്ടി ഓടിച്ചാണോ എന്നാണ്. ഞാൻ പറഞ്ഞത് നടന്നാണ് വന്നത്. വണ്ടി ഓടിച്ചാണെങ്കിൽ അവർ കുറച്ച് പ്രിക്കോഷൻ എടുക്കുമായിരിക്കും. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആരുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ആദ്യം ഒരു മീഡിയം കുടിച്ച് നോക്ക്, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ആദ്യം ഒരു മീഡിയവും പിന്നെ 2 സ്ട്രോങ്ങും ഞാൻ ഇവിടുന്ന് കുടിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് റൂം വരെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിലേ പോയായിരുന്നു. ഞാൻ റൂമിലെത്തി ഒരു ജീര റൈസും പനീർ കറിയും ഓർഡർ ചെയ്തപ്പോഴത്തേക്കും റൂമിൻ്റെ റെസ്റ്റോറൻറ്റ് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ആലു ജീര സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭാങ് കുടിച്ചതിൻ്റെ ഹാങ് ഓവറിലായിരിക്കണം കിടന്നുറങ്ങിപ്പോയി. രാത്രി 1 മണിക്കാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ അവിടുത്തെ രാജു എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ബൈക്കിന് ഞാൻ മണികർണിക ഘാട്ടിലേക്ക് വന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മണികർണിക ഘാട്ടിലെ വിഷ്വൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഡിസ്റ്റർബിങ് വിഷ്വൽസ് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പം ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി കാണുന്ന റോഡിലൂടെ നേരെ ചെല്ലുമ്പം നമ്മൾ മണികർണിക ദ്വാർ അല്ലെങ്കിൽ മണികർണിക ഘാട്ട് എന്നുള്ള ബോർഡ് കാണാം. ആ ഗലികളിനകത്തോടെ നടന്ന് വേണം നിങ്ങൾ ചെല്ലാനായിട്ട്. വാരണാസിയിൽ അമ്പലങ്ങൾക്കൊരു പഞ്ഞവുമില്ല. എല്ലാ ഗലികളിലും 100 കണക്കിന് അമ്പലങ്ങളുണ്ട്. ഞാൻ രാത്രിയാണ് വന്നത്. അപ്പോഴത്തേക്കും കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാങ്ക് ഓടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ശരിക്കും നിങ്ങൾ മനസ്സിന് കട്ടിയില്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. 24 മണിക്കൂറും നിർത്താതെ കത്തുന്ന ചിതകൾ നിങ്ങൾക്കിവിടെ വരുമ്പോൾ ചുറ്റിനുമായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ ചിത കത്തിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ അവിടെ ജോലിക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരുമുണ്ട്, അല്ലാതെ കമ്മീഷന് വേണ്ടിയിട്ട് അവിടെ ചിത കത്തിക്കുന്നവരുമുണ്ട്. ഈ ചിതകളെല്ലാം ഇവിടെ വന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇവരിത് പൂർണ്ണമായും കത്തിയമരാനായിട്ട് ശരിക്കും അനുവദിക്കുന്നില്ല. ഒരു പാതി കത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാർ ഇത് കുത്തി
നേരെ ഗംഗയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇവരുടെ അവശിഷ്ടം ഗംഗയിൽ കിടക്കുന്നുവോ അത്രയും മോക്ഷം അവർക്ക് കിട്ടും, അത്രയും നാൾ മോക്ഷം അവർക്ക് കിട്ടും എന്നാണ്. പക്ഷെ അതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പുഴ പിന്നെയും ഒഴുകി മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ഇത്തരം ജഡങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടന്ന് ചെല്ലേണ്ട ജലം അല്ല ഗംഗ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എത്തുമ്പം മരണം നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. മരണം ഉറപ്പാണെന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ലാതെ ജീവിക്കുന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് താമസിക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ കുറച്ച് പേഴ്സണൽ തിരക്കിലായിരുന്നു. ഞാൻ തിരിച്ച് പിന്നെയും ഫ്ലോയിൽ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഈ മണികർണിക ഘാട്ടിൽ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ നൈമിഷികമാണെന്നും ആളുകൾ ജീവിക്കുന്നത് നിരർത്ഥകമാണെന്നും ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം. അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഹാവ് യു ബീൻ ഹിയർ?